കായംകുളം ന്യൂസിന്റെ മുഖാമുഖം പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി വന്നിരിക്കുന്നത് പ്രമുഖ ഡോക്യുമെന്ററി സംവിധായകനും അതുപോലെ തന്നെ യുവകവിയുമായിട്ടുള്ള കായംകുളത്തുകാരന്റെ തന്നെ അഭിമാനമായി മാറി ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ തന്നെ പാഠ്യവിഷയങ്ങളിൽ +1 പാഠ്യവിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ കൃതി കൂടി ചേർത്തി. അതിൽ ഈ ഒരു അവസരത്തിൽ, ഈ ഒരു അഭിമാന നിമിഷത്തിൽ നമ്മൾ അദ്ദേഹത്തോട് തന്നെ നമ്മുടെ അനുമോദനങ്ങൾ അറിയിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം, കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തിന് ചോദിച്ചറിയാം. ആദ്യം തന്നെ കായംകുളം ന്യൂസിന്റെ അനുമോദനങ്ങൾ അറിയിക്കുക. എന്താണ് തഴപ്പായെ പറ്റി പറയാനുള്ളത്? താങ്ക് യു. ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും കായംകുളം ന്യൂസിനെ നമ്മൾ കുറച്ച് നാളുകൊണ്ട് കാണുന്നുണ്ട്. കായംകുളം ന്യൂസിന്റെ എല്ലാ പ്രോഗ്രാമുകളും കാണുന്നുണ്ട്. നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ വിളിച്ചതിലും നമുക്ക് അഭിനന്ദനം അറിയിച്ചതിലും നമ്മുടെ സന്തോഷത്തിൽ കൊണ്ടുവരുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. തഴപ്പായ നിർമ്മാണ തൊഴിലാളികളുമായി ബന്ധപ്പെട്ടൊരു ഡോക്യുമെന്ററിയുടെ ആമുഖ ഗാനമാണ് തഴപ്പാട്ട് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഡോക്യുമെന്ററി, ഷോർട്ട് ഫിലിം, ആൽബംസ് ഒക്കെ ചെയ്തുകൊണ്ടാണ് എൻ്റെ തുടക്കം തന്നെ. കവിത അല്ലെങ്കിൽ ഫോക്ക് ഗാനങ്ങളൊക്കെ എന്നെ സംബന്ധിച്ച് വളരെ അപൂർവമായി സംഭവിച്ച ഒരു തീമാണ്. അതിൻ്റെ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഈ ഡോക്യുമെന്ററികൾക്ക് ഒരിക്കലും പാട്ടുകൾ ചേരില്ല അല്ലെങ്കിൽ ചേർത്തില്ല. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എനിക്കൊരു ഡോക്യുമെന്ററിയിൽ ഒരു പാട്ട് ഉൾപ്പെടുത്തണം എന്ന് തോന്നി. അതിന് പ്രചോദനമായത് കുട്ടനാടിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ കുട്ടനാടിൻ്റെ വേദനകൾ പറയുന്ന ടൂറിസം കലാമിറ്റി എന്ന ഡോക്യുമെന്ററി ചെയ്യുമ്പോൾ അതിനകത്തൊരു വള്ളക്കാരുമായി ബന്ധപ്പെട്ട് ഒരു പാട്ടുണ്ടായിരുന്നു. അന്ന് ഞാനിങ്ങനെ തീർച്ചപ്പെടുത്തി, ഇങ്ങനെ ഒരു പാട്ട് നമ്മുടെ ഡോക്യുമെന്ററിക്ക് ആമുഖ ഗാനമായി വന്നാൽ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ കുറച്ചുപേരെ ഞാൻ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും നടക്കാതെ വന്നപ്പോൾ എൻ്റെ ഒരു സ്ക്രിപ്റ്റിനകത്ത് തഴപ്പായ എന്ന് പറയുന്ന ഒരു സീനുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് വാക്കുകൾ എന്നെ നിങ്ങൾ കൂടുതൽ അറിയുന്നത് എനിക്ക് തോന്നുന്നു FBയിൽ ഇങ്ങനെ പഴയകാലം ചരിത്രങ്ങൾ എഴുതുക, ഓണത്തേറെ കറികളെക്കുറിച്ച് എഴുതുക, പെരമേലുകളെക്കുറിച്ച് എഴുതുക, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്താ നാടൻ ഭാഷയിൽ ഒരു ചെറിയ വരികൾ എഴുതിക്കൂടാ എന്നുള്ളൊരു ആഗ്രഹത്തിന് പുറത്ത് എഴുതിയതാണ്. സത്യത്തിൽ ആ പാട്ട് എനിക്ക് അങ്ങനെ പാടുമ്പോൾ അതിനൊരു ടൂണ് അല്ലെങ്കിൽ അതിന് ഈ ഒരു വശം ഉണ്ടെന്നും അറിയില്ല. പക്ഷെ ഇത് പാടേണ്ടത് നല്ല പ്രായമുള്ള ഒരാളായിരിക്കണം എന്നുള്ളിടത്തു നിന്നാണ് തഴപ്പാട്ടിൻ്റെ ഒരു വലിയ ക്രാഫ്റ്റ് രൂപപ്പെടുന്നത്. ഒരു 80-85 വയസ്സുള്ള ഒരമ്മ അത് പാടിയപ്പോഴുണ്ടായ ഒരു ആനന്ദം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി, അവിടെയാണ് ഞങ്ങൾ ഡോക്യുമെന്ററികളിൽ നിന്ന് മാറി തഴപ്പാട്ട് എന്ന രീതിയിലേക്ക് മാത്രം അത് റിലീസ് ചെയ്യുകയും അത് ഒരു രാത്രി കൊണ്ടാണ്. അതായത് ഞങ്ങൾ 5 മണിക്ക് അത് റിലീസ് ചെയ്യുന്നു, പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ അത് ഈ ലോകം മൊത്തം എല്ലാവരും ഏറ്റെടുത്ത ഒരു രീതിയിലാണ് ഞാൻ തന്നെ നടത്തുന്നത്. കാലക്രമേണ ഞങ്ങൾ അത് ആഘോഷിക്കുകയും കോമഡി ഉത്സവം, ഗുഡ് മോർണിംഗ് കേരളം, അങ്ങനെയുള്ള പല പ്രോഗ്രാമുകളിലും അത് വളരെ വലിയ രീതിയിൽ നല്ല രീതിയിൽ അതിങ്ങനെ പൊക്കോട്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇത് ഒരുപാടെടുത്ത് ഞാൻ എന്താ പറയുന്നത്, എനിക്കിത് അച്ചടിച്ച് വരിക എന്നുള്ളൊരു വലിയ ആഗ്രഹമുണ്ട്. കുറേ സ്ഥലത്ത് അത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് സാധിക്കാൻ പറ്റിയില്ല. ഏതൊരു കലാകാരനും അദ്ദേഹത്തിൻ്റെ കൃതി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാട്ട്, കവിത ഒരു പുസ്തകമാകുകയോ അല്ലെങ്കിൽ ഒരു മാധ്യമങ്ങളിലൊക്കെ അയച്ചു വരിക എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. അതിനുള്ള ശ്രമം പലപ്പോഴായിട്ട് എനിക്ക് പരാജയപ്പെടും. ഞാൻ പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് വിഷ്വൽ എഫക്റ്റോട് കൂടി അത് സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ പ്രചരിക്കുകയും അതിനകത്ത് ഓണാട്ടുകരയിൽ മാത്രം പ്രയോഗിക്കുന്ന ചില വാക്കുകളും ഭാഷകളും ഒക്കെ അതിനകത്ത് ഉള്ളതുകൊണ്ട് വളരെ വേഗം അത് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് ആൾക്കാരിലേക്ക് ഇത് എത്തപ്പെടുകയും ചെയ്യും. അതിൻ്റെ ഒരു എഫക്റ്റാണ് തഴപ്പാട്ട് ഈ രീതിയിലേക്ക് വരാൻ കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഈ ഒരു കൃതി എഴുതുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ശ്രദ്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ ഭാഷാ ശൈലി. ആ ഒരു പഴയ കാലത്തുള്ള ഒരു ഭാഷ അതിലെല്ലാം ഇങ്ങനെ വളരെയധികമായി പ്രതിഫലിച്ചു നിൽക്കുന്നതായിട്ട് ഞങ്ങൾ കാണാൻ കഴിയും. അതിന് വലിയൊരു കാര്യമുണ്ട്. പൊതുവേ ഞാൻ ഈ പ്രായം കൂടിയ ആൾക്കാരുമായിട്ട് കമ്പനിയൊന്നും ഈ നാട്ടിലൊരു വർത്തമാനമുണ്ട്. എനിക്ക് ഈ പഴയകാല വർത്തമാനങ്ങൾ കേൾക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങളുടെ ബാപ്പുമ്മ പായ നെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടുകാരികളൊക്കെ ഇരിക്കുന്ന സമയത്ത് അവർ ഈ ബീഡ് വലിക്കുന്നതായിരുന്നു. അവർക്ക് ബീഡി വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുക, മുറുക്കാൻ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുക എന്നൊക്കെ സ്ത്രീകൾ ബീഡിയിൽ വലിക്കുന്നത്. വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്ന സമയത്ത് ഇവരുടെയൊക്കെ വായിൽ നിന്ന് വരുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഈ അടുത്ത സമയത്ത് ഞങ്ങളുടെ ഈ കരകിന്റെ പുറത്തും ചായക്കടകളിലും
ഇത്തിരി പ്രായം, ഞങ്ങളുടെയൊക്കെ പ്രായമുള്ളവർക്ക് കൂടുന്ന സമയത്തൊക്കെ ഇതൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ഇതൊക്കെ ഞാനൊരു എൻ്റെ ഒരു നോവലിൻ്റെ ആവശ്യത്തിന് ഇതെല്ലാം ഞാൻ കളക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. എനിക്ക് വന്ന് ഒരു 100-100ഓളം വാക്കുകളും ഭാഷാ പ്രയോഗങ്ങളും ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ എഴുത്തിനെ വലിയ രീതിയിൽ സ്വാധീനിച്ചു. അതാണ് ഈ പാട്ടിനകത്തെ ഒരു വിസ്മയം, അല്ലെങ്കിൽ പാട്ടിനകത്തെ വാക്കുകളുടെ ഒരു കൂടിച്ചേരലുകൾ. അല്ലാതെ നമ്മൾ അവർ പറയുന്ന പോലെ ക്രിയാത്മകമായ ആത്മോദ്ധികമായ വലിയ കവികളും അല്ലെങ്കിൽ കവിത്വ ശക്തികളൊന്നും നമ്മളിലില്ല. നാടൻ രീതിയിൽ നമ്മൾ വർത്തമാനം പറയുന്ന രീതിയിൽ തന്നെ. പ്രത്യേകിച്ചും എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് നിങ്ങൾ ഒരു പക്ഷേ ഈ പെരമേല്, ആണം, പൊത്താൻ, ഇതുപോലുള്ള ചില ചെറിയ ചെറിയ എഴുത്തുകൾ ഞാനിങ്ങനെ എഴുതാറുണ്ട്. അതുകൊണ്ടായിരിക്കല്ലോ കൂടുതൽ അത് വലിയ രീതിയിൽ ഇതൊക്കെ മറന്നു പോകാതിരിക്കാനാണ് നമ്മളിതിങ്ങനെ എഴുതി ഇങ്ങനെ. സ്വന്തം കൃതി ഒരു പാഠ്യ വിഷയമായി വന്നപ്പോഴുള്ള താങ്കളുടെ ഒരു എന്താ പറയുക ഫീലിംഗ് എന്താണ്? അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വലിയ സാധനം തന്നെ. നമ്മളിനി എത്ര അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞാലും എന്തൊക്കെ ഇത് സംഭവിച്ചെന്ന് പറഞ്ഞാലും വിദ്യാഭ്യാസത്തിന്റെ ഒരു കുറവ് തന്നെയാണ്. അതിലെനിക്ക് സന്തോഷം തോന്നാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇനി 10ാം ക്ലാസ് എഴുതിയെടുക്കണം, ഒക്കുവാണെങ്കിൽ ഈ +1 സ്വന്തം കൃതി തന്നെ പഠിക്കണം എന്നൊക്കെയുള്ള രസകരമാണ്. അതെ, തീർച്ചയായിട്ടും. അല്ല, ചങ്ങമ്പുഴ അങ്ങനെ ഉണ്ട്. ചങ്ങമ്പുഴ BA പോയപ്പോൾ അദ്ദേഹത്തിന്റെ കൃതി തന്നെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും എക്സൈറ്റഡ് ആണ്. എങ്ങനെ എൻ്റെ കൃതി ഞാൻ പഠിക്കാതെ അല്ലെങ്കിൽ ഞാൻ പഠിക്കാത്ത ക്ലാസ്സിൽ മുകളിലേക്ക് വന്നതിന് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആണ്. ഞങ്ങളും സന്തോഷകരമാണ്. പിന്നെ തീർച്ചയായിട്ടും ഈ നാട് നമ്മളെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ട്. കാരണം നാടാണ് നമ്മളെ ഇവിടെ എത്തിച്ചത്. നമ്മുടെ ഓരോ വർക്കിനും പ്രവാസികളും നാട്ടുകാരും നൽകുന്ന ഒരു വലിയ പിന്തുണയുണ്ട്. അതാണ് നമുക്ക് ധൈര്യം. വേറൊരു കാര്യം പറയാനുള്ളത്, താങ്കൾ ഇപ്പോ +1 പാഠപുസ്തകത്തിലേക്ക് താങ്കളുടെ കൃതി തിരഞ്ഞെടുത്തു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ആ അധ്യാപകർക്ക് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ടാവാൻ സാധ്യത. അതിലേക്ക് താങ്കൾ ക്ഷണിക്കപ്പെടാൻ സാധ്യത ഉണ്ടോ? അല്ല, അങ്ങനെ ഔദ്യോഗികമായിട്ടൊന്നും അങ്ങനെ വരില്ല. അതങ്ങനെ നമുക്കതിനകത്ത് റോളൊന്നുമില്ല. ഇതിന്റെ കണ്ടന്റ് സാധനങ്ങളെല്ലാം നമ്മൾ അവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു രീതി വരുള്ളൂ. പിന്നെ നമ്മളെ കാണാനൊക്കെ ചിലപ്പോൾ കുട്ടികളൊക്കെ വിളിക്കുമായിരിക്കുമല്ലോ. എങ്ങനെ സ്കൂളിലൊക്കെ പരിപാടിയൊക്കെ വരുമ്പോൾ കവി എന്നുള്ള രീതിയിൽ വരും. അധ്യാപകർക്ക് കാണണമെന്ന് പറയും. ഞങ്ങൾ പഠിക്കുമ്പോൾ തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിനെയൊക്കെ ഒന്ന് കണ്ടാൽ ഇനി അല്ല, അങ്ങനെ സ്ഥിരമായിട്ടൊരു കവിത എഴുതാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്കൊന്നും നമ്മൾ വളർന്നിട്ടില്ല. പ്രത്യേകിച്ച് കവിതയാണോ ഫോക്കാണോ ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വരികളാണ്. അതിനപ്പുറത്തേക്ക് ഞാൻ അതിൻ്റെ ഒരു അഭിപ്രായം പറയാനൊന്നും ആളല്ല. നമ്മുടെ വരികളിൽ വ്യത്യസ്തത തോന്നിയത് കൊണ്ടും പാഠപുസ്തകത്തിൽ വരാൻ യോഗ്യത ഉള്ളത് കൊണ്ടാണല്ലോ അത് അവിടെ എത്തിയത്. അത്രയും മാത്രം. അതിൽ വളരെ സന്തോഷം. ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ എനിക്ക് കിട്ടിയത്. അപ്പം ഒരുപാട് സന്തോഷത്തിലാണ്. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ച അനീപെങ്കിൽ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഇനിയുള്ള താങ്കളുടെ ഉയരങ്ങളിലേക്കുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ അറിയിക്കുന്നു. കായംകുളം ന്യൂസിന്റെ നന്ദി അറിയിക്കുന്നു.